ചേലക്കരയിലെ തോൽവിയിൽ തനിക്കും ഉത്തരവാദിത്തമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തോൽവി സംബന്ധിച്ച് ഇതുവരെയും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സതീശൻ. പാലക്കാട് ബി.ജെ.പിയിലെ പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് കെ. സുരേന്ദ്രൻ. ബി.ജെ.പി നേതൃയോഗം നാളെ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതായി നിയുക്ത എം.എൽ.എ. യു.ആർ. പ്രദീപ്. ചേലക്കരയിൽ ബി.ജെ.പിക്ക് വോട്ട് കൂടിയത് പരിശോധിക്കുമെന്നും യു.ആർ. പ്രദീപ്. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ നശിപ്പിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി റബ്ബർ കർഷകർ. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. അസം സ്വദേശിയാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ കാറും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ചേലക്കരയിലെ തോൽവിയിൽ തനിക്കും ഉത്തരവാദിത്തമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യു.ഡി.എഫ് രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെച്ചു. യു.ഡി.എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനാൽ എൽ.ഡി.എഫിന്റെ വോട്ട് കുറച്ചുകൊണ്ടുവരാനായി. പാർട്ടി ലീഡർഷിപ്പ് ആലോചിച്ചാണ് രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ യു.ഡി.എഫ് ജയിക്കും. ചേലക്കരയിലെ തോൽവി സംബന്ധിച്ച് ഇതുവരെയും പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. പാലക്കാട് എൽ.ഡി.എഫ് ചെയ്തതെല്ലാം തിരിച്ചടിച്ചുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ചേലക്കരയിലും പാലക്കാടും വയനാടും നടന്നത് രാഷ്ട്രീയ പോരാട്ടമല്ലേ? അവിടെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ 40,000-ഓളം വോട്ടിന് CPM ജയിച്ച 2021 അസംബ്ലി സീറ്റിൽ ഞങ്ങൾ CPM-ന്റെ ഭൂരിപക്ഷം 12,000-ആക്കി കുറച്ചു. കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നന്നായി അവിടെ വർക്ക് ചെയ്തു. ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ നന്നായി വർക്ക് ചെയ്തു. പറഞ്ഞല്ലോ, അതിനെന്താ? ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് കെ. സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ കെ. സുരേന്ദ്രൻ അറിയിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം നേരിട്ട് അന്വേഷിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വിജയം പ്രതീക്ഷിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ട് കുറഞ്ഞതും ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 7,066 വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് കുറഞ്ഞത്. അതേസമയം അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. ബി.ജെ.പി നേതൃയോഗം നാളെ ചേരും. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതായി നിയുക്ത എം.എൽ.എ. യു.ആർ. പ്രദീപ്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് വോട്ടർമാരാണ് സൂചന നൽകിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് തെളിവ് സഹിതം വിശദ വിവരങ്ങൾ പുറത്തുവിടും. സാമ്പത്തികമായി ചിലരെ സ്വാധീനിക്കുന്ന കാഴ്ചയും കണ്ടു. അതിന്റെ തെളിവും കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില നാട്ടുപുറത്തെ പാവപ്പെട്ട ആളുകൾ എന്നെ വന്ന് കണ്ടിരുന്നു, എനിക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിന് വഴങ്ങിയില്ലെങ്കിലും അപ്പുറത്ത് വീട്ടുകാർ അത് വഴങ്ങി കൊടുത്തിട്ടുണ്ട് എന്ന് വരെ രഹസ്യമായി വന്ന് പറയുന്ന കാഴ്ചയും ഒരു വിവരവും കേട്ടു. വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ യു.ഡി.എഫ് ശ്രമിച്ചു. തിരുവല്ലാമല സ്വദേശിയായ സ്ഥാനാർത്ഥിയായതിനാലാണ് ബി.ജെ.പിക്ക് വോട്ട് വർധനവുണ്ടായത്. അത്തരം വ്യക്തിപരമായ വോട്ടുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പരിശോധിച്ച കുറവുകൾ നികത്തി മുന്നോട്ടു പോകും. വോട്ട് കൂടിയിട്ടുണ്ട്. വോട്ട് കൂടിയത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ഡിസ്കഷനൊക്കെ ഞങ്ങൾ നടത്തി. ആ നടത്തിയത് ബി.ജെ.പിക്ക് അങ്ങനെ കൂടുന്നത് ഒരു ഗൗരവമായിട്ട് നമ്മൾ കാണണം. ഭാവിയിൽ എങ്ങനെയാണ് അത് കൂടാൻ കാരണം, എന്താണ് അതിൻ്റെ കാരണം, എന്ത് കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു ഭാഗത്ത് ചാഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി മറ്റൊരു കേന്ദ്രത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുമ്പോൾ ഇവിടെ എന്ത് മൈനസ് ഉണ്ടായി എന്ന് പരിശോധിക്കുന്ന നിർബന്ധമാണ്. അത് തീർച്ചയായിട്ടും പരിശോധിച്ച് വീണ്ടും താഴെ ഇറങ്ങി അത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ആലോചന, ഒരു പ്രാഥമികമായ ഒരു ആലോചന ഞങ്ങൾ നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകി ചേലക്കരയിൽ ഉന്നത വിദ്യാഭ്യാസ കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. പട്ടികജാതി വർഗ വിഭാഗത്തിലുള്ളവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ശ്രമമുണ്ടാകും. കാർഷിക മേഖല, റോഡ് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ ഉണ്ടാകുമെന്നും യു.ആർ. പ്രദീപ് പറഞ്ഞു. ഉത്സവങ്ങളും പൂരങ്ങളും നല്ല നിലയിൽ നടക്കണമെന്ന് നിയുക്ത എം.എൽ.എ. പറഞ്ഞു. ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നു. ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവുകൾ ആശങ്ക ഉണ്ടാക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രഞ്ജിത് ബാലൻ സ്വാഗതവും ട്രഷറർ TS നീലാംബരൻ നന്ദിയും പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ പതിവില്ലാത്ത വിധത്തിൽ റബ്ബർ മരങ്ങളുടെ തൊലികളും ഇലകളും കാട്ടാനകൾ തിന്നു നശിപ്പിക്കുന്നത് റബ്ബർ കൃഷി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വനത്തിനുള്ളിൽ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാകാതെ വന്നപ്പോഴാണ് കാട്ടാനക്കൂട്ടങ്ങൾ കാടുവിട്ട് റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിക്കാൻ തുടങ്ങിയത്. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി 100-ലേറെ കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത്. പകലും രാത്രിയിലും ഒരുപോലെ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനകൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പേടി സ്വപ്നമാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്ലി പ്രദേശങ്ങളിൽ മാത്രം 100-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി ഇത്തരത്തിൽ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. മുറിച്ചുമാറ്റുന്ന റബ്ബർ മരങ്ങൾക്ക് പകരം നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് തോട്ടം മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി കൺവീനർ ജോബിൽ വടാശ്ശേരി പറഞ്ഞു. 75-80 ഹെക്ടറോളം തൈകൾ മുഴുവൻ ആന ഫുള്ളായിട്ടില്ലാതെയാക്കി. ഈ പ്രദേശത്തെ ജനങ്ങൾ, അതായത് വരന്തരപ്പള്ളി, മറ്റത്തൂര് പഞ്ചായത്തിലെ ജനങ്ങൾ, നിരവധി കുടുംബങ്ങൾ ഈ തോട്ടം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇത് പുതിയ തൈ വയ്ക്കുന്നത് മുഴുവൻ ആന നശിപ്പിച്ചാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലാതെയാവും. ഇപ്പോൾ ഇത്രയും വലിയ മരങ്ങൾ, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങൾ വരെ കുത്തിപ്പൊളിച്ച് ആന തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹാരിസൺ പ്ലാന്റേഷനിലെ കാരിക്കടവിൽ 50 ഏക്കറോളം സ്ഥലത്ത് അടുത്തിടെ റീപ്ലാന്റ് ചെയ്ത 10,000-ഓളം റബ്ബർ തൈകൾ പൂർണ്ണമായും കാട്ടാനകൾ നശിപ്പിച്ചു. ചക്കിപ്പറമ്പിൽ 75 ഹെക്ടർ സ്ഥലത്തെ 4 വർഷത്തോളം വളർച്ചയെത്തിയ റബ്ബർ മരങ്ങളും കാട്ടാനകൾ ഒടിച്ചിട്ട് നശിപ്പിച്ചിരുന്നു. മുപ്ലി പ്രദേശത്ത് 2 ആഴ്ച മുൻപ് കാട്ടാനകൾ നശിപ്പിച്ച റബ്ബർ തൈകളുടെ എണ്ണം 3000-ഓളമാണ്. തോട്ടങ്ങളിൽ കാവൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഒച്ചയെടുത്തും പടക്കം പൊട്ടിച്ചും കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. റീപ്ലാന്റ് ചെയ്യുന്ന റബ്ബർ തൈകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നതിനാൽ തോട്ടം മാനേജ്മെന്റ് പലയിടത്തും ഭൂമി തരിച്ചിടുകയാണ്. തോട്ടങ്ങളിലെ കാട്ടാനശല്യം നേരത്തെ തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമായിരുന്നെങ്കിൽ ഇപ്പോൾ തൊഴിൽ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന സമയത്തും അല്ലാതെയൊക്കെ വന്യമൃഗങ്ങളുടെ ഒരു തേരോട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആനയും പുലിയും അങ്ങനെ ഇവിടെ വളർത്തുമൃഗങ്ങളെയൊന്നും ഒക്കെ പുലി പിടിച്ചു പോകും. ബാക്കി കൃഷികൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആനയെ നശിപ്പിക്കും. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ചൊക്കനയിലും മുപ്ലിയയിലുമായി കാട്ടാന 2 പേരുടെ ജീവൻ എടുത്തിരുന്നു. ആനയുടെ ആക്രമണത്തിലും ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലുമായി പരിക്കേറ്റവർ നിരവധിയാണ്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനും അന്തിയുറങ്ങാനും കഴിയാത്ത സാഹചര്യമാണ് തോട്ടം മേഖലയിലുള്ളത്. കാട്ടാനശല്യം മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ. TCV ന്യൂസ്, കൊടകര. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. അസം സ്വദേശി 26 വയസ്സുള്ള ലോക് ബഹാദൂറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30-ഓടെയാണ് അപകടം. എറണാകുളം ഭാഗത്തു നിന്നും വന്ന കാറാണ് ഇടിച്ചത്. അപകടം നടന്നയുടൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിനിടയാക്കിയ കാറും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാലിയക്കര ടോൾ കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ഡൽഹി ആർബിട്രേഷൻ ട്രിബ്യൂണലിലെ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായ നടപടി ടോൾ കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ട്രിബ്യൂണൽ നടപടിയിൽ സർക്കാരിനെ കക്ഷി ചേർക്കാൻ 2022-ൽ ട്രിബ്യൂണൽ ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിട്ട് ഹർജിയിലെ ഉത്തരവ് പ്രകാരമാണ് കരാർ റദ്ദാക്കിയതെന്ന് തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നതായി ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ടോൾ കമ്പനിയെ ഒഴിവാക്കാൻ കിട്ടിയ അവസരമാണ് ഈ ഉത്തരവ് വഴി നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇതുവരെ കരാർ കമ്പനി ഏകദേശം 1475 കോടി രൂപ പിരിച്ചെടുത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ ചെത്ത് തൊഴിലാളി തെങ്ങിൽ നിന്നും വീണു മരിച്ചു. കുറ്റിച്ചിറ കുണ്ടുകുഴി പാടം കാടുകുറ്റി വീട്ടിൽ 51 വയസ്സുള്ള KR ഷാജുവാണ് മരിച്ചത്.
താഴെ വീണയാളെ ഉടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീവില. സവാള, വെളുത്തുള്ളി, തക്കാളി അടക്കം പച്ചക്കറികൾക്കെല്ലാം വില കുതിച്ചുയരുകയാണ്. ഒരു ബോക്സ് തക്കാളിക്ക് കഴിഞ്ഞ ദിവസം 600-ന് മുകളിലായിരുന്നെങ്കിൽ ഇന്നത് 800-ലേക്ക് മുകളിലേക്കെത്തി. 27 കിലോയാണ് ഒരു ബോക്സിലുണ്ടാവുക. തമിഴ്നാട്ടിലെ തുടർച്ചയായ മഴയാണ് പച്ചക്കറി വിലയെ ബാധിച്ചതെന്ന് വ്യാപാരികൾ പറയുന്നു. ചെറുനാരങ്ങ, വെണ്ട, ക്യാരറ്റ്, ബീട്രൂട്ട്, കാബേജ്, ഇഞ്ചി, പടവലമടക്കമുള്ള പച്ചക്കറികൾക്കും വില കൂടിയിട്ടുണ്ട്. പട്ടിക്കാട് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്റെ ചില്ല് തകർത്തതായി പരാതി. പട്ടിക്കാട് സ്വദേശി സ്റ്റെഫിൻ ആന്റോയുടെ ഉടമസ്ഥതയിലുള്ള ഈസി കെയർ ആംബുലൻസിന്റെ ചില്ലാണ് തകർത്തത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പീച്ചി പോലീസിൽ പരാതി നൽകി. വരന്തരപ്പിള്ളിയിൽ പാലം പണിയുടെ പേരിൽ വീടിന് മുൻപിൽ കിടങ്ങ് നിർമ്മിച്ച സംഭവത്തിൽ പരാതിക്കാരന് വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, സ്പെഷ്യൽ തഹസിൽദാർ, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ പ്രതിചേർത്ത് വരന്തരപ്പിള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വലിയകത്ത് ഹനീഫ സമർപ്പിച്ച റിട്ട് പെറ്റീഷനിലാണ് ഹൈക്കോടതി വിധി. പറമ്പിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുന്നത് തടയരുതെന്നും വിധിയിലുണ്ട്. വരന്തരപ്പിള്ളി കച്ചേരിക്കടവ് പാലം അപ്രോച്ച് റോഡിന്റെ പേര് പറഞ്ഞ് ഹനീഫയുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് 14 അടി താഴ്ചയിൽ കുഴിയെടുത്താണ് പരാതി. CPM വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM സജീവൻ, പഞ്ചായത്ത് അംഗം വാരിക്കോടൻ റഷീദ്, കരാറുകാരൻ വിജേഷ് എന്നിവർക്കെതിരെയാണ് ആക്ഷേപം. CPMൽ നിന്നും രാജിവെച്ചതിന്റെ വൈരാഗ്യത്തിലാണ് തന്റെ വീടിന് മുന്നിൽ കിടങ്ങ് കീറിയതെന്ന് ഹനീഫ ആരോപിച്ചു. ബെഫി 15ാം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അജയൻ നഗറിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ബെഫി ജില്ലാ പ്രസിഡന്റ് PH വിനീത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അമൽ രവി, ജില്ലാ സെക്രട്ടറി B സ്വർണകുമാർ, ട്രഷറർ TT അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ പുല്ലാനിക്കാട് മംഗലം പുന്നമ്പറമ്പ് റോഡ്. അധികൃതരുടെ നിസ്സംഗതയാണ് കാരണമെന്ന് പരാതി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3 വർഷങ്ങൾക്ക് മുൻപാണ് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വെച്ച് 2 MLA-മാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചർച്ച നടത്തി ഉടൻ നവീകരണം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയത്. 7 കോടി രൂപയാണ് നവീകരണ പ്രവൃത്തികൾക്കായി അനുവദിച്ചത്. ടെൻഡർ വിളിച്ച കരാറുകാരൻ ഇപ്പോൾ കാണാമറയത്താണ്. നവീകരണത്തിന് മുന്നോടിയായി സുഗമമായ ഗതാഗത സഞ്ചാരത്തിനായി റോഡിന്റെ വളവ്, കയ്യേറ്റങ്ങൾ തുടങ്ങിയവ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും റോഡ് നവീകരണം എന്ന സ്വപ്നം ബാക്കിയാവുകയാണ്. വികസനത്തിനേറെ പ്രാമുഖ്യമേറുന്ന ഗതാഗത സഞ്ചാരമാണ് അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ മുടങ്ങിപ്പോകുന്നതെന്ന് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. ഇത് ജനങ്ങളെ ശരിക്കും പരിഹാസ്യമാക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. കാരണം അത്രയ്ക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരു റോഡാണ്. മച്ചാട് മാമാക്കം എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കിലോമീറ്ററോളം ബ്ലോക്കാണ്. ഇനി അതിലും കൂടുതലായിട്ട് വരുന്നത് വാഴാനിയിൽ ഒരു എമർജൻസി സംഭവിച്ചു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിക്കോ മറ്റു മേഖലയിലേക്കോ പോകണമെങ്കിലുള്ള ഏക വഴിയാണ്. കാരണം റെയിൽവേ ഗേറ്റ് കടന്ന ഒരു എമർജൻസി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. പോകുവാനുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാനുമുള്ള ഏക വഴിയാണിത്. ഈ വഴി ആണ് ഇങ്ങനെ ആരുടെയൊക്കെയോ ദുർവാശി കാരണം നടക്കാതെ പോയിരിക്കുന്നത്. ഇത് ജനങ്ങളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിക്കെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടോ അല്ലാതെയും ഞങ്ങൾ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ്. വാഴാനിയിലേക്കുള്ള മറ്റൊരു റോഡായ എങ്കിക്കാട് വഴിയിൽ റെയിൽവേ ഗേറ്റ് ഏറെ സമയം അടഞ്ഞുകിടക്കുന്നതിനാൽ മംഗലം റോഡിന് പ്രാധാന്യമേറെയാണ്. റോഡ് നവീകരണത്തിനായി വാർഡംഗം അശ്വിനി കണ്ണന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒപ്പുശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ DYSP VK രാജുവിനെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും നീക്കം ചെയ്ത് കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് KPCC മുൻ സെക്രട്ടറി MR രാമദാസ് ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ ബുധനാഴ്ച ധർണ നടത്തുമെന്ന് MR രാമദാസ് അറിയിച്ചു. അയ്യന്തോൾ പഞ്ചിക്കൽ പിനാക്കിൾ ഫ്ളാറ്റ് കൊലപാതകത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത തന്നെ ഗൂഢാലോചന നടത്തിയാണ് പോലീസ് പ്രതി ചേർത്തതെന്ന് രാമദാസ് പറഞ്ഞു. ദേശീയപാതയുടെ മറവിൽ ആൽത്തറ മുല്ലപ്പിള്ളിക്ക് കുന്നിൽ നിന്നും രേഖകളില്ലാതെ മണ്ണ് കടത്തിക്കൊണ്ടുപോയ ടോറസ് ലോറികൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു.
മുല്ലപ്പള്ളി കുന്നിടിച്ച് മണ്ണെടുക്കരുതെന്ന നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ പ്രത്യേക കോടതി വിധി സമ്പാദിച്ചാണ് അധികൃതർ വെള്ളിയാഴ്ച മുതൽ മണ്ണെടുക്കൽ ആരംഭിച്ചത്. എന്നാൽ മണ്ണെടുത്തു പോകുന്ന പാത വീതി കുറഞ്ഞതിനാലും റോഡ് തകർന്നതിനാലും മേഖലയിലെ സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ തകർന്ന് ജലവിതരണം തടസ്സപ്പെടുകയും പൊടിശല്യം രൂക്ഷമാകുകയും ചെയ്തത് നാട്ടുകാരെ പ്രകോപിതരാക്കിയിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അമിത ഭാരം കയറ്റിയ 3 ലോറികൾ പോലീസ് പിടിച്ചെടുത്തു. പ്രതിഷേധ സമരത്തിന് കുന്ന് സംരക്ഷണ സമിതി കൺവീനർ VM നസ്രുദ്ദീൻ, വൈസ് ചെയർമാൻമാരായ വിഘ്നേശ്വര പ്രസാദ്, MA കമറുദ്ദീൻ, MN സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടന്ന പരിപാടി KSSPU ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോവിനാഥൻ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് സെക്രട്ടറി P. ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, ബ്ലോക്ക് ട്രഷറർ P. പരമേശ്വരൻ, വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. PDP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് PDP സംസ്ഥാന വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് നടന്ന ചടങ്ങിൽ PDP മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനാഫ് ചൂലുകാരൻ, ജില്ലാ സെക്രട്ടറി മുസ്തഫ പുലിക്കണ്ണി, ഡോക്ടർ കബീർ മൗലവി, നൌഷാദ് തിണ്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പതിറ്റാണ്ടുകളായി മുന്നേറുന്ന ഒരു ജനത അധിവസിക്കുന്ന പ്രദേശം. പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കാലങ്ങൾ എത്ര കടന്നു പോകുമ്പോഴും ഒരുപാട് രാഷ്ട്രീയ രംഗത്തെ കാറ്റും കോളും ഇടിവെട്ടലും മിന്നലും ഒക്കെ കടന്നു പോകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമുക്ക് വ്യക്തമായൊരു മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് ചന്ദ്രൻ നന്ദിലത്തിനെ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് S. അജി, കൌൺസിലർ ആൻസി ജേക്കബ്, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, KN നാരായണൻ, സന്തോഷ് കോലഴി, K. ഗോപാലകൃഷ്ണൻ, ജേക്കബ് പുലിക്കോട്ടിൽ, EA തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാനതല വിദ്യാഭ്യാസ ജാഥ നാളെയും മറ്റന്നാളും ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യവുമായി 26 കേന്ദ്രങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുക. പയ്യന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ചാലക്കുടിയിൽ സമാപിക്കും. ഡോക്ടർ കാവുമ്പായ് ബാലകൃഷ്ണൻ, TV രാജു, ഡോക്ടർ KK അബ്ദുള്ള, CK ബേബി, TS സജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രശസ്ത സംഗീതജ്ഞൻ മണ്ണൂർ MP രാജകുമാരനുണ്ണി അർഹനായി. പൊന്നാടയും പ്രശസ്തിപത്രവും ഫലകവും 10,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 11-ന് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ISRO ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണൻ സമ്മാനിക്കും. പൈതൃകം ഗുരുവായൂർ ജനറൽ കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, വർക്കിംഗ് കൺവീനർ മണലൂർ ഗോപിനാഥ്, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ശ്രീകുമാർ P. നായർ, KK വേലായുധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഴീക്കോട് പുളിഞ്ചോട് റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ഞളിപ്പള്ളി ശിശു വിദ്യാ പോഷിണി LP സ്കൂളിൽ നടന്ന ക്യാമ്പ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ തമ്പി കണ്ണൻ, ക്ലബ്ബ് സെക്രട്ടറി സനാഫർ, നാദിർ ഷാ എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ സോൺ കമ്മിറ്റി മാനവ സഞ്ചാരം സംഘടിപ്പിച്ചു. അഴീക്കോട് പേ ബസാറിൽ നിന്നും ആരംഭിച്ച മാനവ സഞ്ചാരത്തിന് സംസ്ഥാന സെക്രട്ടറി K. റഷീദ് നരിക്കോട്, സംസ്ഥാന സമിതി അംഗങ്ങളായ പറവൂർ കുഞ്ഞുമുഹമ്മദ് സഖാഫി, നിസാർ അതിരകം, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി റാഫിദ് സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവജാലങ്ങളെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. മൃഗങ്ങളാവട്ടെ, പക്ഷികളാകട്ടെ. നിങ്ങളൊരു 5 മിനിറ്റ് ഇങ്ങനെ
കാഴ്ച പരിമിതർക്ക് അക്ഷരങ്ങളെ തൊട്ടറിയാൻ ജില്ലാ സാക്ഷരതാ മിഷൻ സംസ്ഥാനത്ത് ആദ്യമായി ദീപ്തി ബ്രെയിലി പദ്ധതിക്ക് തുടക്കമായി. ജില്ലയിൽ കണ്ടെത്തിയ 150 പേർക്കാണ് ബ്രെയിലി പദ്ധതിയിൽ പരിശീലനം നൽകുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് എഴുതാനും വായിക്കാനും സാധ്യമാകുന്നതിനായി 160 മണിക്കൂർ പരിശീലനം നൽകും. 4 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന നിലയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പരിശീലനം നൽകുന്നതിനായി തിരഞ്ഞെടുത്ത കാഴ്ച പരിമിതിയുള്ള 5 ഇൻസ്ട്രക്ടർമാരാണുള്ളത്. പഠിക്കാനെത്തുന്നവർക്കും ഒപ്പമുള്ളവർക്കും യാത്രാഭത്തയും ലഘുഭക്ഷണവും നൽകും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാഴ്ച പരിമിതരുള്ള വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലാണ് ആദ്യമായി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതിക്ക് 1,37,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇതൊരു മാതൃകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യം വെച്ച് ET ടൈസൺ MLA നയിക്കുന്ന അക്ഷര കൈരളി സുമേധയുടെ എൻട്രൻസ് കോർണർ ഓറിയന്റേഷൻ പ്രോഗ്രാം മതിലകം OLF സ്കൂളിൽ സംഘടിപ്പിച്ചു. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 300-ൽ പരം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കാളികളായത്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിയർ ട്രെയിനിംഗ് രംഗത്തെ പ്രഗത്ഭരായ PSK സുരേഷ് കുമാർ, ജോൺ ജയലാൽ, യഹ്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ കഴിവുകളുള്ള ആളുകളായി അറിയപ്പെട്ട ഭയങ്കര നല്ലതാണ്. ഈ ചൈനയിലൊക്കെ അതിന്റെ കൂടെ അവന്റെ അച്ഛനമ്മയ്ക്കും ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാനായിട്ട് AITUC കയ്പമംഗലം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് KC ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PK റഫീഖ്, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, AIYF മണ്ഡലം സെക്രട്ടറി KA ഷിഹാബ്, CB അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് കണ്ണൻ സ്വാമി അനുസ്മരണം നാളെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 4-ന് പാറമേക്കാവ് അഗ്രശാലയിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ശ്രീവത്സൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജീജൻ മത്തായി, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി കുഴൂർ പഞ്ചായത്തിൽ ചേർന്ന കുട്ടികളുടെ ഹരിതസഭാ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PS സന്തോഷ് കുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിജി വിൽസൺ, സേതുമോൻ ചിറ്റേത്ത്, പ്രിയ ലിയോ എന്നിവർ സംസാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു തലമുറ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ ഉപജില്ലാതല ശാസ്ത്ര പ്രവൃത്തി പരിചയ കലാകായിക മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാമാ ബസാർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൌൺസിലറായ അജിത ദിനേശൻ, KM മെഹ്റൂഫ്, TK നൌഫൽ, പ്രധാന അധ്യാപിക ഡോക്ടർ സിസ്റ്റർ നോയൽ, അനീഷ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ ചാവക്കാട് സബ് ജില്ലാ കലോത്സവത്തിൽ അഭിമാനം പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത്ത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷനായി. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ജനപ്രതിനിധികളായ VM മുഹമ്മദ് ഗസാലി, CB ജോൺസൺ, പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ, PTA പ്രസിഡന്റ് ഡോക്ടർ VR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ സിജു പുളിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നേൽ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, ട്രസ്റ്റിമാരായ പാവു ചിറമ്മൽ, ഫ്രാൻസിസ് കരിയാറ്റിൽ, സന്തോഷ് മാളിയേക്കൽ, ജനറൽ കൺവീനർ വർഗീസ് പെരുമാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയ്ക്ക് ബസാർ തണൽ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എറണാകുളം പാലിയേറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി കെ ബഷീർ ക്ലാസ് നയിച്ചു. തണൽ പാലിയേറ്റീവ് കെയർ കോർ ടീം കൺവീനർ അമീൻ നൌഫൽ അധ്യക്ഷത വഹിച്ചു. PK നാസർ, പ്രോഗ്രാം കോർഡിനേറ്റർ അഷ്റഫ് പുന്നയ്ക്ക് ബസാർ, തണൽ പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ ഇബ്രാഹിം കുട്ടി എന്നിവർ സംസാരിച്ചു. മതിലകത്ത് മലമ്പാമ്പിനെ പിടികൂടി. മതിലകം കിഴക്കുംപുറം ചെമ്പന വീട്ടിൽ സുദർശന്റെ വീട്ടുപരിസരത്ത് നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ അൻസാരി കുളിമുട്ടം സ്ഥലത്തെത്തി 11 അടി നീളവും 30 കിലോയിലധികം ഭാരവുമുള്ള പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. വെങ്കിടങ്ങ് യങ്സ്റ്റേഴ്സ് ക്ലബ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ASI സുരേഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ AS രാജു, സെക്രട്ടറി AM ശിവപ്രസാദ്, ക്ലബ് അംഗങ്ങളായ TC ബിനു, KR രാജേഷ്, KG റഷീദ്, NR പ്രദീപ് എന്നിവർ സംസാരിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ആന്റോ സേവ്യർ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ സിജോ ജോസ്, കൈക്കാരന്മാരായ PP ജോസ്, PB ലൈജോ, NJ ജെമി, NP സേവി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3273 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കരയിലെ തോൽവിയിൽ തനിക്കും ഉത്തരവാദിത്വമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തോൽവി സംബന്ധിച്ച് ഇതുവരെയും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സതീശൻ. പാലക്കാട് BJPയിലെ പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് K സുരേന്ദ്രൻ. BJP നേതൃയോഗം നാളെ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതായി നിയുക്ത MLA UR പ്രദീപ്. ചേലക്കരയിൽ BJPക്ക് വോട്ട് കൂടിയത് പരിശോധിക്കുമെന്നും UR പ്രദീപ്. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ നശിപ്പിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി റബ്ബർ കർഷകർ. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. അസം സ്വദേശിയാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ കാറും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.